ഹായ് ഓൾ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളെ ഫാമിലിയിൽ നിന്ന് എല്ലാവരും കൂടി ഊട്ടിയിലേക്കൊരു ചെറിയ വൺ ഡേ ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് ക്ലിപ്സും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ പിന്നെ പോകുന്നൊരു സീനാണ് കേട്ടോ. അപ്പോൾ ഇത് ഹസ്ബൻഡിൻ്റെ ഫാമിലിയിലുള്ള ആൾക്കാരാണ് ഇതിപ്പോൾ മൊത്തത്തിലുള്ളത്. ഇനിയും കുറച്ച് ആൾക്കാരും കൂടി ഇതിൽ ജോയിൻ ആവാണ്ട്, പക്ഷേ പിന്നെ കുറച്ച് ആൾക്കാരിവിടെ സ്ഥലത്തില്ല. പിന്നെ അങ്ങനെ ഒരു ട്രിപ്പ് നമുക്ക് പോകുമ്പോൾ എന്തായാലും ചിലപ്പോൾ എല്ലാവർക്കും കൂടി ഒന്ന് ജോയിൻ ചെയ്യാൻ പറ്റിയെന്ന് വരില്ലല്ലോ. അപ്പോൾ ഉള്ള ആൾക്കാരായിട്ട് നമ്മളൊരു ട്രാവലറിലാണ് പോകുന്നത്. നമ്മൾ ഏകദേശം ഒരു 4 മണിക്കൊക്കെയാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ചെറിയ ഷോർട്ട് ക്ലിപ്സൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് വെൻലോക്ക് ഡൗൺസ് നാച്ചുറൽ ട്രയൽസ് എന്ന് പറഞ്ഞിട്ടുള്ള തമിഴ്നാട് ഫോറസ്റ്റിൻ്റെ കീഴിലുള്ള ഒരു ഇതിലേക്കാണ് കേട്ടോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടുത്ത് കുറച്ച് സ്റ്റാളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഭയങ്കര റേറ്റാണ് കേട്ടോ. നമ്മൾ വെറും ജസ്റ്റ് ഒരു പോപ്കോൺ മാത്രമേ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു ഇതിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ ഊട്ടിയിലേക്ക് ഇറങ്ങിയപ്പോൾ മുതലുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആകാശം കാണാൻ നല്ലൊരു ഭംഗിയായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നത് ഓൾമോസ്റ്റ് നല്ല തണുപ്പാണല്ലോ ഇപ്പോൾ അവിടെ. അപ്പോൾ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ ആ ഒരു എന്താ പറയുക നല്ല തെളിഞ്ഞിട്ടുള്ള എന്താ പറയുക നല്ല നമുക്ക് എത്ര നോക്കിയിരുന്നാലും ആകാശത്തേക്ക് നോക്കിയിരുന്നാലും ഒരു മതിവരാത്തൊരു വ്യൂ ആയിരുന്നു കേട്ടോ ആകാശം മൊത്തത്തിൽ. ആ ഒരു ഊട്ടിയിൽ എനിക്ക് തോന്നുന്ന സംഭവം ഏകദേശം സ്ഥലത്തും ഇങ്ങനെ തന്നെയാണ് ഉണ്ടായിട്ടുണ്ടായത്. അപ്പോൾ ഇതൊരു കുന്ന് പോലെയാണ്. ഇതിൻ്റെ മേലെ പോയിട്ട് നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്താലൊക്കെ നല്ല ഭംഗിയുണ്ടാവും. അവിടെ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്ത് നമ്മൾ കുറച്ച് റീൽസൊക്കെ എടുത്താണ് കേട്ടോ. അപ്പോൾ നമ്മളെ കൂട്ടത്തിലുള്ള കപ്പിൾസിനൊക്കെ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പിന്നെ അവർക്കൊരു സന്തോഷമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു റീല് പോലൊക്കെ ഒന്ന് ക്രിയേറ്റ് ചെയ്തെടുത്തതാണ്. അങ്ങനെ ഇതാ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഇതൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ പോകുന്നത് പൈൻ ഫോറസ്റ്റിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ശരിക്കും നല്ല അടിപൊളി സ്ഥലമുണ്ട്. മറ്റേത് ഇങ്ങനെ ആ ഒരു കുന്നമ്പുറത്ത് കുറേ ഫോട്ടോസൊക്കെ എടുക്കുക അങ്ങനെ ഉള്ളൊരിത്. പക്ഷേ ഇത് നമ്മളെ എന്താ പറയുക നമ്മൾ ഫിലിമിലൊക്കെ കാണുന്ന പോലെ പിന്നെ നല്ല അടിപൊളി ഒരു വ്യൂ ആയിരുന്നു കേട്ടോ. പക്ഷേ ഇറങ്ങുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കാനുണ്ട്. കാരണം ഓരോ സ്ഥലവും ഇങ്ങനെ സ്ലോപ്പായിട്ടാണുള്ളത്. അപ്പോൾ നമ്മൾ താഴെ നോക്കി ഇറങ്ങിയിട്ടില്ലെങ്കിൽ എന്തായാലും വീണ താഴെയുള്ള പിന്നെ ആ ഒരു പുഴയിലുണ്ടാവും. അപ്പോൾ എന്തായാലും സൂക്ഷിച്ചിട്ട് വേണം ഇറങ്ങാനായിട്ട്. അതുകൊണ്ടാണ് ക്യാമറ ഇങ്ങനെ ഷേക്കായി കളിക്കുന്നത്. അപ്പോൾ നമ്മൾ ഊട്ടിയിൽ പോയ സ്ഥലത്തൊക്കെ നല്ല തിരക്കുണ്ട് കേട്ടോ. നല്ല ആൾക്കാരുണ്ട്. അധികവും നോർത്ത് ഇന്ത്യൻസും അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ്. പല നമുക്ക് അറിയാം, നമ്മൾ കേട്ടിട്ട് കൂടി ഇല്ലാത്ത ഭാഷയിൽ സംസാരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇതാണൊരു വ്യൂ കേട്ടോ. അപ്പോൾ നല്ല ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി പ്ലേസാണ്. പിന്നെ ഇതിൻ്റെ താഴായിട്ട് തന്നെ ഒരു നദി പോലെ ഒരു ഇതുണ്ട്, ചെറുതായിട്ടൊരു ഒഴുക്കൊക്കെ ഉള്ള. അതും നിറച്ചു പൈനൊക്കെ ഈ ഒരു പൈൻ മരങ്ങളെ കൊണ്ടൊക്കെ നിറഞ്ഞിട്ടുള്ളതാണ്. ഫോട്ടോഷൂട്ടിനൊക്കെ നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. നമുക്ക് ഏകദേശം നമ്മളിപ്പോൾ ഇവിടെ എത്തുമ്പോൾ ഏകദേശം ഒരു 11:30 ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും തണുപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള തണുപ്പാണ് കേട്ടോ. അല്ലാതെ ഓവറായിട്ട് നമുക്ക് ഇപ്പോൾ പോയ 2 സ്ഥലങ്ങളിലും വലിയൊരു തണുപ്പൊന്നും അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് നമ്മളൊരു റീൽസ് എടുക്കാൻ നിന്നാണ് കേട്ടോ ദൂരൊക്കെ കുതിച്ചെന്നുള്ളത്. പക്ഷേ അത് വലിയ രസമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പോകുന്നത് പിന്നെ കർണാടക ഗാർഡൻ കാണാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഫുഡ് കഴിക്കണം. ഫുഡ് നമ്മൾ ഉച്ചക്കത്തെ നമ്മൾ പിന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ഹോട്ടലിലല്ല. പിന്നെ അതുപോലെ നമ്മൾ രാവിലെ ഫുഡ് കഴിച്ചത് വേറൊരു ഹോട്ടലിലാണ് കേട്ടോ. പേര് നോക്കാൻ മറന്നുപോയി. അപ്പോൾ നമ്മൾ ഫാമിലി എല്ലാവരും ഉണ്ടാകുമ്പോൾ നമുക്ക് ചില വീഡിയോ ഒന്നും നമുക്ക് എടുക്കാൻ എന്താ പറ്റില്ല, സ്കിപ്പായി പോട്ടെ നമ്മൾ സംസാരിച്ചു കൊണ്ടൊക്കെ ഇരിക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ സ്കിപ്പായി പോയ ഒരു വീഡിയോ ആണ് ആ ഒരു രാവിലത്തെ വീഡിയോസും കാര്യങ്ങളെല്ലാം. അപ്പോൾ ഇത് ഊട്ടിയിലുള്ള മുനിസിപ്പാലിറ്റിയാണ്. പേരിനോട് മറന്നു പോയിട്ടോ, ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ മലയാളത്തിൽ ഇങ്ങനെ എഴുതി കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ നമ്മൾ ഭാഷ ഇങ്ങനെ കാണുമ്പോൾ. പിന്നെ നമുക്ക് ഓരോ ഇപ്പം ഏത് സ്ഥലമായിട്ടുണ്ടെങ്കിലും അവിടുത്തെ ആ ഒരു മെയിൻ സിറ്റിയിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുള്ളൂ. ഏകദേശം നമുക്ക് മനസ്സിലാവും അവിടുത്തെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടൊക്കെ എങ്ങനെയാണെന്നുള്ളത്. കാരണം നമ്മളെ പിന്നെ ഊട്ടി എന്താ പറയുക നല്ല ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും എന്താ പറയുക കുറച്ചും കൂടി ഒരു നമ്മളെ കേരളത്തിനെ സംബന്ധിച്ച് നോക്കുകയെന്നുണ്ടെങ്കിൽ കേരളത്തിൻ്റെ അത്ര ഒരു ഫോർവേഡ് അല്ല. കുറേ പഴയ ബിൽഡിങ്ങും കാര്യങ്ങളും പിന്നെ അങ്ങനെയൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ നമ്മൾ പോയ ഈ ഒരു മുനിസിപ്പാലിറ്റി ഏകദേശം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫുള്ള് ഇങ്ങനെ ബിൽഡിങ്ങും കാര്യങ്ങളും ഒരു അത്യാവശ്യം തിരക്കുള്ള ടൗണൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്.
പിന്നെ നമ്മൾ അതിൻ്റെ ഇടയിൽ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടു. അപ്പോൾ നമ്മളിവിടെ വന്നിട്ടുള്ളത് പിന്നെ ബൊട്ടാണിക്കൽ ഗാർഡൻ അല്ല കർണാടക ഗാർഡൻ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് നല്ല വിശാലമായ സ്ഥലത്തുള്ള നല്ല അടിപൊളി ഗാർഡനാണ്. പക്ഷേ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല. ഒരാൾക്ക് 100 രൂപ ആയിരുന്നു കേട്ടോ ടിക്കറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അത്രയും ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ച് ഇനിയിപ്പം അടുത്ത വേറെ സ്ഥലത്തേക്ക് പോകുന്നത്. അപ്പോൾ ഇതിങ്ങനെ പുറത്തുനിന്ന് ഇങ്ങനെ കാണുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ആരും ഇല്ല കേട്ടോ. കാരണം എനിക്ക് തോന്നുന്നത് ആ ഒരു ടിക്കറ്റിൻ്റെ ഇതന്നെ ആയിരിക്കും. കാരണം 100 രൂപ എന്നൊക്കെ പറയുമ്പോൾ കുറച്ചൊരു കൂടുതലാണ്. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് പുറത്തുനിന്നൊന്നും ഇങ്ങനെ കാണാൻ ഇട്ടുണ്ടായിരുന്നത്. പുറത്തുനിന്ന് നല്ല രീതിയിൽ കാണുന്നുണ്ട്. പിന്നെ വെറും ഇങ്ങനെ നമ്മൾ എന്താ പറയുക ബുഷൊക്കെ നല്ല രീതിയിൽ പിന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് നടന്ന അത്ര തന്നെ ഉള്ളൂ. പിന്നെ കുറച്ച് പുൽത്തകടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പിന്നെ അവിടെ ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ പുറത്തുനിന്ന് നോക്കി ആ ഒരു വ്യൂ ഒക്കെ അങ്ങനെ കണ്ടു നിന്ന് പിന്നെ നമ്മൾ അടുത്ത് പോയിട്ടുണ്ടായിരുന്നത് പിന്നെ ബോട്ടാണിക്കൽ ഗാർഡനിലേക്കാണ് കേട്ടോ. പിന്നെ പോകുന്ന വഴിക്കുള്ളതാണ് ഈ ഒരു ലേക്ക് കേട്ടോ. അപ്പോൾ അത് അത്യാവശ്യം നല്ല റഷ് ഉണ്ടായിരുന്നു, ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് ഇങ്ങനെ ബസ്സിൽ നിന്നാണ് കേട്ടോ കണ്ടത്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു ആ ഒരു ഭാഗങ്ങളൊക്കെ കാണാനായിട്ട്. അങ്ങനെ നമ്മൾ കർണാടക ഗാർഡനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, 100 രൂപ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല പിന്നെ എന്താ പറയുക ഒരുപാട് വിശാലമായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ്. ഇഷ്ടം പോലെ നമുക്ക് നടക്കാനും ഇരിക്കാനും ഒക്കെ ഉള്ള സ്ഥലങ്ങൾ ഒരുപാടുണ്ട്. അങ്ങനെ നമ്മൾ കുറേ നേരം ഇവിടെ ഇരുന്ന് പിന്നെ കുറച്ച് നേരമൊക്കെ നമ്മൾ സംസാരിച്ചിരുന്ന് അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ പോയത് കേട്ടോ. പക്ഷേ ഇവിടുത്തെ വാഷ്റൂമും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചൊരു കഷ്ടമാണ്. കാരണം നമ്മൾ അവിടെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പൈപ്പും കാര്യങ്ങളും എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. പക്ഷേ ഇവിടെ ഒന്നും അങ്ങനെയല്ല, കുറേ വെള്ളം നിറച്ചിട്ട് അതിൽ നമ്മൾ ബക്കറ്റിൽ കോരി കൊണ്ടുപോയിട്ട് നമ്മൾ വാഷ്റൂമിലേക്കൊക്കെ പോകാനായിട്ട്. അപ്പോൾ അതൊക്കെ കുറച്ച് നമുക്കൊരു ബുദ്ധിമുട്ടായിട്ടാണ് കേട്ടോ തോന്നിയിട്ടുണ്ടായിരുന്നത്. പിന്നെ പറയാൻ വെച്ചാൽ ക്ലൈമറ്റും ഇവിടെ എത്തിയപ്പം വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇങ്ങനെ തണുപ്പ് ഇങ്ങനെ വരുന്നുണ്ട്, പക്ഷെ എന്നാലും ജാക്കറ്റിൻ്റെ ഒന്നും ആവശ്യങ്ങളില്ലായിരുന്നു. പക്ഷേ ഓൾമോസ്റ്റ് നല്ലൊരു തണുപ്പുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് പായിക്കര വാട്ടർഫോൾസ് കാണാനാണ് കേട്ടോ. പക്ഷേ അപ്പോഴേക്കും അത് ക്ലോസ് ടൈപ്പ്. പക്ഷെ ഇവിടെ ഇറങ്ങിയപ്പോൾ നല്ല തണുപ്പായിരുന്നു, അത്യാവശ്യം നല്ല തണുപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക നമുക്ക് ജാക്കറ്റ് ഇട്ടിട്ട് വരെ നമുക്ക് ആ ഒരു സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എല്ലാവരും ജാക്കറ്റ് ഇട്ട് ആ ഒരു കോടൊക്കെ മൂടിയൊരു കോട അങ്ങനെ ഏകദേശം ആ ഒരു മഞ്ഞിൻ്റെ ഒരു ടൈമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല ചൂട് കോഫിയും ചായയൊക്കെ കുടിക്കാൻ നിന്നാണ്. പക്ഷേ കോഫിയും ചായയും ഒന്നും കുടിച്ചിട്ട് അതൊന്നും അങ്ങോട്ട് പിന്നെ എന്താ പറയുക ഏൽക്കുന്നുണ്ടായിരുന്നില്ല. ഈ വരുന്ന ആളാണ് നമ്മുടെ ടൂറിൻ്റെ കോർഡിനേറ്റർ കേട്ടോ. ഇവൻ്റെ ഒരു ഇതുകൊണ്ടാണ് ഇപ്പോൾ പെട്ടെന്ന് നമ്മൾ ടൂർ പോകാനുണ്ടായ ഒരു സംഗതി. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ബസ്സിൽ കയറിയാൽ പിന്നെ നമ്മൾ ഡാൻസ് തന്നെയാണ് കേട്ടോ. കുട്ടികളെക്കാളും എൻജോയ് നമ്മൾ പാരൻസ് തന്നെയാണ് കേട്ടോ. കാരണം നമ്മളാണ് എന്താ പറയുക ടോട്ടലി പറയാന്നുണ്ടെങ്കിൽ നല്ലോണം അടിച്ച് പൊളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇടയ്ക്കും നമ്മളിങ്ങനെ ഒരു ട്രിപ്പൊക്കെ പോകണേ നല്ലതാണ് കേട്ടോ. കാരണം വെച്ചാൽ നമ്മളെ മൈൻഡൊക്കെ ഒന്ന് പിന്നെ റിലാക്സ് ആവുകയും ചെയ്യും. പിന്നെ ഒരു രസമാണല്ലോ എല്ലാവരും കൂടി ഉണ്ടാകുമ്പോൾ ഒരു വൈബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വേറെ തന്നെയാണ്. അപ്പോൾ ഈ കളിക്കുന്ന ആളൊക്കെ ഇപ്പം നാളെ രാവിലെ ഗൾഫിലൊക്കെ പോകാനുള്ള ആളാണ് കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടാണ് ഈ ടൂർ വൈൻഡപ്പ് ഒക്കെ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് ക്ലിപ്സും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ആക്കാനും മറക്കരുത്. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.